റെഡി കൊണ്ടുവരിക. അപ്പച്ചൻ പറഞ്ഞു തുടങ്ങിക്കും. പേര് മുതലോ? എൻ്റെ പേര് ബേബി. ഒഫീഷ്യൽ നെയിം കുര്യൻ, MI കുര്യൻ ആണ്. ഞാൻ എൻ്റെ വീട്ടുപേര് മണറാട് മേച്ചേരിൽ നിന്നാണ്. മേച്ചേരി ഒരു MMVT എന്ന് പറഞ്ഞ ഗവൺമെൻറ് കോൺട്രാക്ടർ ഉണ്ടായി. കോൺട്രാക്ടറുടെ 5ാമത്തെ ഞങ്ങൾ 9 മക്കളാണ്. 9 മക്കളിൽ 5ാമനാണ് ഞാൻ. 5 ആണും 4 പെൺമക്കളുമായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദറും 2ാമത്തെ ബ്രദറും ഈ ഫാദറിൻ്റെ അതേ ജോലി തന്നെയായിരുന്നു, കോൺട്രാക്ടറൊക്കെ ആയിരുന്നു. ഞാൻ അലഹബാദിലും രാജസ്ഥാനിലുമായിട്ടാണ് പഠിച്ചത്. അഗ്രികൾച്ചർ BSc കഴിഞ്ഞു. എൻ്റെ ഇളയാൾ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തു. അതിൻ്റെ ഏറ്റവും ഇളയാൾ ഡോക്ടറായിരുന്നു, UK അവിടെ വെച്ച് മരിച്ചു. ബാക്കി എല്ലാവരും മരിച്ചു. ഇപ്പം ഞാനും എൻ്റെ ഏറ്റവും ഇളയ സിസ്റ്ററും മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ ഭാര്യയാണ്. ഭാര്യയുടെ കായംകുളത്താണ്. ഓമന എന്നാണ് പേര്. ഓമന കായംകുളത്ത് പൊന്മാണി കുടുംബമാണ്. കുടുംബാംഗം കണ്ടത്തിലെ അഡ്വക്കേറ്റ് PT ഫിലിപ്പിൻ്റെ മകളാണ്. കേരള ചീഫ് എഞ്ചിനീയറായിട്ടിരുന്ന PP തോമസിൻ്റെ സിസ്റ്ററാണ്. എനിക്ക് 3 പെൺമക്കളാണ്. മൂത്തയാളാണ് ആശ. ആശ ബഹറിലായിരുന്നു. അവിടുന്ന് അവർ വന്ന് ഇപ്പം ഇവിടെ ഈ വീട്ടിൽ ആശയാണ് താമസം. ഇത് 2ാമത്തെ മകളാണ് നിഷ. ജോലി ബാംഗ്ലൂരിലായിരുന്നു, മൈസൂരിലായിരുന്നു. മൈസൂരിൽ ജോലിയെല്ലാം റിട്ടയർ ചെയ്തു. ഇനി വന്നു. നിഷയുടെ ഹസ്ബൻഡ് ജേക്കേറ്റേഴ്സിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. മൂത്ത മോളുടെ ഭർത്താവ് ജോസഫ് എബ്രഹാം. പുള്ളി ബഹറിലായിരുന്നു. പുള്ളിയുടെ വീട് വാടൂരാണ്. പിന്നെ മൂത്ത മോക്ക് ഒരാണും ഒരു പെണ്ണുമാണ്. മൂത്ത മോളാണ് നേഹ. കല്യാണം കഴിച്ചിരിക്കുന്നത് തോട്ടയ്ക്കാട്ടാണ്. കല്യാണം കഴിച്ച മകന് ബാംഗ്ലൂർ ജോലിയാണ്. മകന് അയർലൻഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഇവിടുന്ന് എഞ്ചിനീയറിംഗ് BTech കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് അയർലൻഡിൽ പോയാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞല്ല. നിഷയുടെ ഹസ്ബൻഡാണ് ഫിലിപ്പ് തോമസ് എന്ന് പറയും. JK ടൈൽസിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്, ടെക്നിക്കൽ. നിഷയ്ക്ക് ഒരാണും ഒരു പെണ്ണുമാണ് മക്കളെ. മൂത്ത മോളെ MBA കഴിഞ്ഞു, അവൾ ബാംഗ്ലൂരിലെ ജോലിയാണ്. മകന് BTech കഴിഞ്ഞു, അവനും ബാംഗ്ലൂർ ജോലിയാണ്. പിന്നെ മോളെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് മോനും ബാംഗ്ലൂർ തന്നെ ജോലിയാണ്. പിന്നെ ഇളയ മോള് ഉഷയെ കല്യാണം കഴിച്ചിരിക്കുന്ന മല്ലപ്പള്ളി വട്ടശ്ശേരിയിലാണ്. വട്ടശ്ശേരി പിന്നെ അവർ ബെന്നി എന്നാണ് പേര്. ബെന്നിയും ഉഷയും ഇപ്പം ബഹ്റിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉഷയ്ക്ക് 2 ആൺമക്കളാണ്. മൂത്ത മോന് BTech കഴിഞ്ഞ് അയർലൻഡിൽ പോയി അവിടെ MTech എടുത്തു. എന്നിട്ട് അവിടെ അയർലൻഡിൽ തന്നെ ജോലിയാണ്. അവൻ്റെ ഭാര്യ റാന്നി സ്വദേശിയാണ്. അവൾക്കും അവിടെ ജോലിയാണ്. ഉഷയുടെ ഇളയ മകന് സെയിൻറ്റ് ക്രിസ് കോളേജിൽ, പാത്താവോണ്ട് സെയിൻറ്റ് ക്രിസ് കോളേജിലെ BTech ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫാദറിന് കോൺട്രാക്ട് വർക്കാന്ന് പറഞ്ഞു. അതെ. എന്തിന്റെ കോൺട്രാക്ട് ആയിരുന്നു?
അപ്പച്ചൻ്റെ വാഹനം മെയിനായിട്ട് റോഡിന്റെ ഇതായിരുന്നു. ഓക്കെ. ബിൽഡിങ്ങിന്റെ അധികം എടുത്തിട്ടില്ല. റോഡ്, പാലം, ഇതിന്റെ ഒക്കെ പണിയായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഈ KK റോഡ് ഏതാണ്ട് 90% ടാർ ചെയ്ത് എൻ്റെ ഫാദറാണ്. ഓ, ശരി. നേരത്തെ ഇതെല്ലാം ഈ മെറ്റൽ റോഡായിരുന്നു. ചരല് റോഡ്, മെറ്റൽ. അത് ടാർ ചെയ്താണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അന്നൊരു ഈ ടാർ ഉരുക്കാനായിട്ടൊരു മിഷൻ വരുത്തിയായിരുന്നു. ആ മിഷൻ കൊണ്ടാണ് ടാർ ഉരുക്കിക്കൊണ്ടിരുന്നത്. അത് അന്ന് ജോലിക്കാർ പല സ്ഥലത്തായിട്ട് എനിക്ക് ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞാൻ എറണാകുളത്ത് പിന്നെ ഇന്റർമീഡിയറ്റിന് ഞാൻ എറണാകുളത്ത് തേവര കോളേജിലാണ് പഠിച്ചത്. തേവര. അപ്പോൾ അവിടെ പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം വൈക്കം അവിടുന്ന് തൃപ്പൂണിത്തുറ ആ റോഡിലൊക്കെ പണിയുണ്ടായിരുന്നു. ഏതോ ഒരു സമയത്ത് ഒരു 13 സ്ഥലത്ത് ഒരുമിച്ച് വർക്ക് നടന്നുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു 10-109 ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല. ആകപ്പാടെ ഉണ്ടായിരുന്നു ഈ ടാർ ചെയ്യുന്ന മെഷീൻ, ഈ ടാർ ഉരുക്കുന്ന മെഷീനാണ്. മറ്റിപ്പോഴത്തെ കുഴച്ചിട്ട് ഉരുട്ടി നിരത്തി റോളർ ഉരുട്ടി റെഡിയാക്കുക, അതായിരുന്നു പരിപാടി. അപ്പൊ ഈ അപ്പച്ചന് ഈ അന്ന് ഏത് സ്ഥലത്തായിരുന്നു ഈ കോൺട്രാക്ട് ഉള്ള സമയത്ത് എവിടെ താമസിച്ചിട്ടിരുന്നത്? മണ്ണാട്. ഇവിടുന്ന് ഒരു ഉദ്ദേശം 1 കിലോമീറ്റർ മാറി കണിയാകുമെന്നും പറഞ്ഞ സ്ഥലം. അതെ, അവിടെയാണ് തറവാട്. അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് FSC ഞാൻ FSC കയറി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒരു മാസത്തോളം ഭോപ്പാലിൽ വർക്ക് ചെയ്തായിരുന്നു. ഭോപ്പാലിലെ പിന്നെ ഈ ട്രാക്ടർ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ. അതെ, ബുദ്ധിനിയില്. അവിടെ ഞാൻ ഒരു വർഷത്തോളം ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് അവിടെ തന്നെ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു. പക്ഷെ അന്നേരം ആ സമയത്ത് എനിക്ക് ഇവിടെ FSCTയിലെ ജോലി കിട്ടി. എല്ലാം ഉണ്ടല്ലോ, അഗ്രികൾച്ചർ എല്ലാം ഉണ്ടല്ലോ. കൃഷി മാത്രമല്ലല്ലോ, ഈ ഫെർട്ടിലൈസർ എല്ലാം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ വന്നിട്ട് അവർ ജോലി ചെയ്തു. അവസാനം ഡെപ്യൂട്ടി ചീഫ് അഗ്രോണമിസ്റ്റ് ആയിട്ട് റിട്ടയർ ചെയ്യുന്നു. എനിക്ക് ഞങ്ങൾ ഈ മാർക്കറ്റിങ്ങിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൂടുതലും ഞാൻ കർണാടകയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് മൈസൂർ, ബാംഗ്ലൂർ, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ബല്ലാരി ഡിസ്ട്രിക്റ്റിൽ വരും, റൈച്ചൂര്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ. ഞാൻ എവിടെ ജോലിക്ക് പോയാലും ഈ കുടുംബം കൂടുതലുണ്ടാവും. ഇപ്പോഴത്തെ റൈച്ചൂരും അവിടെ ഇവിടെ എല്ലാം ഹോസ്പിറ്റലെല്ലാം. മഹാരാഷ്ട്ര അല്ല, ആന്ധ്ര. മഹാരാഷ്ട്ര ബോർഡറിലൊക്കെ ഉണ്ടായിരുന്നു. ബിദാർ എന്ന് പറയുന്ന സ്ഥലമാണ്. ബിദാർ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയുടെയും പിന്നെ ഹൈദരാബാദിന്റെ ഒക്കെ ബോർഡറായിട്ട് വരുന്നു ബിദാർ. അവിടെയൊക്കെ ഈ അപ്പച്ചന്റെ ഫാദറെ ഈ കോൺട്രാക്ട് വർക്ക് എടുക്കാൻ അദ്ദേഹം എന്തായാലും പഠിച്ചിട്ടാണോ ഈ കോൺട്രാക്ട്? അല്ല. പിന്നെ എങ്ങനെയാ ലൈനിൽ വന്നതെന്നറിയോ? പുള്ളിക്ക് നേരത്തെ ഈ ട്രാൻസ്പോർട്ടിങ്ങിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഈ സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാല് അത് പീരുമേട് സൈഡിലെ എസ്റ്റേറ്റുകൾക്ക് കൊണ്ട് വിൽക്കുന്ന പരിപാടി. അന്ന് ഈ ഇതില്ല, വാഹനം ഒന്നുമില്ല. പോത്ത് വണ്ടിയാണ്. പോത്തിന്റെ വണ്ടിയല്ല. അതെ, അതിലാണ്. അതെ, 2 പോത്ത്. അത് ഈ സാധനങ്ങൾ കൂടാതെ ഒരു പ്രാവശ്യം ഫാദർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചെറിയൊരു ബോട്ട് ഇവിടെ വന്നിട്ട് തേക്കടിക്ക് കൊണ്ടുപോകാനായിട്ട് അത് ഈ വണ്ടിയില് കൊണ്ട് എത്തിച്ചിരുന്നത്. ആനയും കടുവായ്ക്കുള്ള വഴിയായിരുന്നു. അതെ.
അന്ന് വഴിയില്ലല്ലോ, ടാറിട്ട വഴിയില്ലല്ലോ. ടാറിട്ട വഴിയില്ല. ഒരു കസേര ഇങ്ങോട്ട് എടുത്തിട്ട്. അപ്പൊ പിന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില ഈ കടുവായുടെ ഒക്കെ ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. Oh my God. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പോത്തിനെ പിടിച്ചാൽ മതിയല്ലോ. അങ്ങനെ. അതെ അതെ. അപ്പൊ അത് വർഷം ഏതാന്ന് ഓർമ്മയുണ്ടോ? 1950-കളോ 30-കളോ 40-കളോ 50-കളോ? 33-ലെ ഡാഡി. ഞാൻ ജനിച്ചത് 1933-ലാണ്. 33-ലാണ്. അപ്പൊ ഒരു 47 മുമ്പുള്ള കാര്യമാണ്. 47 മുമ്പുള്ള. ഓ അത് ശരി. അപ്പൊ ഈ അലഹബാദിന് പഠിക്കാൻ പോകാൻ കാര്യം എന്നാ? അലഹബാദിന് ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ മെഡിസിന് പോകണമെന്നുള്ള പ്ലാനിലാണ് ഈ തേവരകോളയിൽ പോയി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചത്. എന്നിട്ട് അതില് ആദ്യത്തെ ആ വർഷം അങ്ങ് പൊട്ടിപ്പോയി. പൊട്ടി കഴിഞ്ഞപ്പോ പിന്നെ പോകാൻ പറ്റുമല്ലോ. അതെ അതെ. അപ്പം അങ്ങനെ വന്നപ്പം പിന്നെ വേറെ എന്താ പരിപാടി എന്ന് ചോദിച്ചു. അങ്ങനെ എന്നിട്ട് പലതും ആലോചിച്ചു. അങ്ങനെ വന്നപ്പം ആരോ പറഞ്ഞു പിന്നെ അഗ്രികൾച്ചറിന് ഇനിയിപ്പോൾ സ്കോപ്പ് ഉണ്ട്, അത് കിട്ടുമോ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പം ഇങ്ങനെ എങ്ങനെയാന്ന് എനിക്കറിയാമില്ല, ആരും എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആലപ്പുഴയിൽ അപ്ലൈ ചെയ്തു. ആലപ്പുഴയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ ഒരു ഹൈസ്കൂളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു. 3 വർഷം അടുപ്പിച്ച് കോൺസിക്യൂട്ടീവ് ആയിട്ട് സ്കൂളിലെ ചാമ്പ്യൻ ആയിരുന്നു ഞാൻ. ചാമ്പ്യൻ ആയിരുന്നു കേട്ടോ. എല്ലാത്തിനും സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ മുതല് മിഡിൽ സ്കൂൾ CT ഉഷയുടെ കൂടെ ഓടിയിട്ടുണ്ട്. CT ഉഷ ഫസ്റ്റ് വാശിച്ച് സെക്കൻഡ് പോയിട്ട്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ എന്റെ കല്യാണം 18ാമത്തെ വയസ്സ് എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പം പാലായിലായിരുന്നു ജോലി. ഞാൻ FSCT പാലായിലായിരുന്നു. FSCT തന്നെ കംപ്ലീറ്റ് 30 വർഷം FSCT തന്നെയായിരുന്നു. പാലായിലിരുന്നപ്പോഴാ കല്യാണം. പാലായിൽ തന്നെ ഡിപ്പോ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ 2-3 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഈ മക്കളെയൊക്കെ എത്തിച്ചൊക്കെ പഠിപ്പിച്ച മൂത്ത മോളെ MA ലിറ്ററേച്ചർ. മോള് ആദ്യം ഇവര് കൂടുതൽ ഈ ഡിഗ്രിക്കൊക്കെ പഠിച്ചത് പാലക്കാട്ടാണ്. അന്ന് എനിക്ക് പാലക്കാട് ജോലിയായിരുന്നു. പാലക്കാട് മേഴ്സി കോളേജ് അവിടെയാണ് ഡിഗ്രിക്ക് പഠിച്ചത്. അതെ, അവിടെയാണ്. പിന്നെ രണ്ടാമത്തെ മോള് പുള്ളിക്കാരിയും MA ലിറ്ററേച്ചറാണ്. മൂന്നാമത്തെ ആള് MSc MSc ബോട്ടണി. മോള് ബഹറിന് ജോലി. മോള് അവിടെ പഠിപ്പിക്കാം, ബഹറിൽ പഠിപ്പിക്കുന്നു. മോള് പിന്നെ പലയിടത്തായിട്ടായിരുന്നു. നേരത്തെ ഗോളിയറിലായിരുന്നു. ഗോളിയറിലൊരു ഇന്ത്യ പറയുന്നത് അമ്മയും മക്കളും കൂടി ഇന്ത്യ ഗോളിയറില് 10-24 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്തു. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലായി, അല്ല മൈസൂറിലായി. അപ്പൊ മൈസൂരിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇനി അപ്പച്ചന്റെ ഫാദറിനെ പറ്റി പറഞ്ഞു, കോൺട്രാക്ടർ ആയിരുന്നു, ബിസി ആയിരുന്നു, തിരക്കുള്ള ജീവിതമൊക്കെ ആയിരുന്നു അല്ലേ? എല്ലാ ദിവസം വീട്ടിൽ വരുമായിരുന്നു അപ്പച്ചൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് കൂടാതെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. മണ്ണാട്ട് തന്നെ കണ്ടങ്ങളുണ്ട്, വലുതായിട്ട് കണ്ട കൃഷി ഉണ്ടായിരുന്നു. അപ്പം എന്നും ഒരു 4-4:30 ആകുമ്പോൾ അങ്ങേര് എഴുന്നേക്കും. വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞാല് ജോലി പിന്നെ അവിടെ നിന്ന് നേരെ പോയി ഈ 2-3 സ്ഥലത്ത് അന്നേരം കൃഷി നടക്കുന്ന സമയം ആകുമ്പോൾ പാടത്ത് പോയി നോക്കും. എങ്ങനെ കൃഷിക്ക് നെല്ലിന് വളമിടണോ, വെള്ളം കൊടുക്കണോ എന്നെല്ലാം നോക്കിയിട്ട് തിരിച്ചു വരും. അന്നൊരു 4-5 പേര് വീട്ടിൽ തന്നെ ജോലിക്കാരുണ്ട്, കൃഷിക്ക് നോക്കുന്നവരും വീട്ടിലെ കാര്യം നോക്കുന്നവരായിട്ട്. അപ്പോൾ അവിടെ വന്നിട്ട് അവരോട് പറയും, ഇന്ന അവിടെ വെള്ളം വെക്കണം, അല്ലെങ്കിൽ മറ്റേ അടുത്ത് വളമിടണം
എന്നൊക്കെ ഈ പറയും. ചവിട്ട് യന്ത്രമൊക്കെ ഉണ്ടോ കയ്യില്? ഈ ഒന്നുമില്ല, മറ്റേ ചക്രമാണ് ചക്രം, അതാണ് ചക്രം. അതേ ഉള്ളൂ. അത് വീട്ടിലുണ്ടായിരുന്നു. ഉണ്ട്. അത് 4-5 ഉണ്ടായിരുന്നു. ഇവിടെ വലിയ വലിപ്പമുള്ളതാണല്ലോ. ചെറുതാ ഇവിടെ ഒരെണ്ണം. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാല് വന്നിട്ട് സാറിന് രാവിലെ ഒരു ഗ്ലാസ് പാലും ഒരു താറാമുട്ടി കഴിക്കും. അതാണ് രാവിലത്തെ കഴിപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫസ്റ്റ് ഫുഡ് എല്ലാം പോകുന്നത് വർക്ക് നടക്കുന്നിടത്തൊക്കെ എല്ലാം നോക്കാം. എല്ലായിടത്തും പോകും. ഈ പീരുമേടിലും ഇവിടെ എല്ലാം പോകും. പീരുമേട് അന്ന് സൈക്കിളോ വല്ലതുള്ളതായിട്ട് അറിയാമോ? ഇല്ല, അന്ന് ആ സമയത്ത് ഞാനീ പറഞ്ഞ സമയത്ത് കാറുണ്ട്. ആദ്യമേ മേടിച്ചത് ഹിൽമാൻ മിൻസ് എന്ന് പറഞ്ഞാണ്. ഹിൽമാൻ അന്ന് ഇറക്കുമതി ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇവിടെ. അതേ കഞ്ഞിക്കുഴിയിലെ PC ചെറിയാൻ ഒരു അങ്ങയുടെ നിന്നാണ് മേടിച്ചത്. 12,500 രൂപ ആയിരുന്നു അതിന്റെ വില. പുത്തൻ ഹിൽമാൻ മിൻസിന്റെ വില 12,500 രൂപ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അംബാസഡറായി ഒരു സമയത്ത് 3 അംബാസഡർ ഉണ്ടായിരുന്നു. പിന്നെ 2 ലോറികൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ആവശ്യത്തിന് ലോറി വേണം. അപ്പൊ 2 ലോറി ഉണ്ടായിരുന്നു. അപ്പച്ചന്റെ പേരെങ്ങനെയായിരുന്നു? ഇട്ടി എന്ന് പറയും. ഇട്ടി എന്നാ പറയുന്നത്. എത്ര വയസ്സ് വരെയൊക്കെ ജോലി ചെയ്തു? ഏത് വർഷമാണ് മരിക്കുന്നത്? അപ്പച്ചൻ മരിക്കുന്നത് 84. 40 വർഷം ജോലി പക്ഷേ അതിനൊരു 10 വർഷം മുമ്പായിട്ട് ജോലി എല്ലാം നിർത്തി. എന്നിട്ട് മൂത്ത ബ്രദറും രണ്ടാമത്തെ ബ്രദറും ജോലി ഏറ്റെടുക്കുക. അങ്ങനെയായിരുന്നു. അപ്പൊ പുള്ളി പ്രത്യേകത പറഞ്ഞില്ലേ, രാവിലെ പോയാല് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കും. ഉച്ചയ്ക്ക് ഊണ് ഒരിടത്ത് പോയാലും ഞങ്ങളൊക്കെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഞാൻ ഈ മറ്റേ പറഞ്ഞില്ലേ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്നില്ലേ, ആ സമയത്ത് ഞാനായിരുന്നു പുള്ളിയുടെ ഡ്രൈവർ. അപ്പൊ ഞങ്ങള് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോ എന്നോട് പറയും നീ കഴിച്ചോളാൻ പറയും. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് എവിടുന്നേലും കഴിയും. ചിലപ്പം ഒരു ചെറിയ ഇതടിക്കും, അടിച്ചോണ്ട് കയറും. അല്ല ഒന്നും കഴിക്കുന്നെല്ലാം വീട്ടിൽ വന്നേ കഴിക്കും. അത് അങ്ങനെയാണ്. എന്നിട്ട് അപ്പച്ചൻ ഈ ഡ്രൈവിംഗ് എവിടെ പഠിച്ചത്? എവിടുന്നാ പഠിച്ചത്? പുതിയ കാർ എടുത്തിട്ട് അതേലാണോ ഡ്രൈവിംഗ് പഠിച്ചത്? അതെ. അന്ന് ഡ്രൈവർ ഉണ്ടായിരുന്നു. ഇല്ല. പുള്ളിക്ക് ആരോഗ്യം, നല്ല ആരോഗ്യമുണ്ട്. മരിക്കുന്നതിന് മുന്നേ നല്ല മുട്ടിന് കാലില് പുള്ളിയുടെ ദേഹം നല്ല ദേഹമായിരുന്നു. കാലിന് ബലമില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. നടക്കാനൊക്കെ ഇച്ചിരി പ്രയാസമായി അവസാനമായപ്പോ. പുള്ളി നന്നായിട്ട് വണ്ടി ഓടിക്കുമായിരുന്നു. തന്നെ ഓടിക്കുമായിരുന്നു. അംബാസഡർ ആയിരുന്നു പുള്ളി കൂടുതൽ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പച്ചൻ ഇപ്പം വണ്ടി ഓടിക്കില്ല? ഇപ്പം വയ്യ. ലാസ്റ്റ് ഓടിച്ച സമയം ഞാൻ ഒരു അതെ ഒരു 3 വർഷമായിട്ട് ഞാൻ ഓടിക്കുന്നില്ല. അതിന് ഞാൻ ഈ വണ്ടി ഇതെല്ലാം ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ് ഇതൊക്കെ. വേറെ ആരും ഇല്ല, ഡ്രൈവറൊന്നും ഇല്ലായിരുന്നു. ഈ വണ്ടി എടുത്ത് ഇതിന് മുമ്പ് എനിക്ക് 2-3 വണ്ടി ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൂപ്പർ 10 എന്നും പറയണം. പഴയ മോഡൽ സ്റ്റാൻഡേർഡിന്റെ. ഇതില് ഞാന് ഈ ഓമനോട് ഒരു കസിന് കോഫി ബോർഡിലെ റിസർച്ച് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. കേരളത്തിലോ അതോ പുറത്താ? ഞങ്ങളിന്ന് മൈസൂർ ജോലി ചെയ്യുന്ന സമയത്താണ്. അപ്പൊ അവിടെ പോയി പുള്ളി ചിക്ക്മാംഗ്ലൂരിലാണ് പുള്ളിയുടെ റിസർച്ച് മതിവെക്കാൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസ് മൈസൂരിലായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്തടുത്താണ് താമസം. അങ്ങനെ അപ്പം FACTക്ക് ഈ കൽപ്പറ്റയിലെ ഇതുണ്ടായിരുന്നു, ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പം എന്നെ ഒരു ഇവിടെ പിന്നെ അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞായിരുന്നു. ഈ പ്ലോട്ട് പോയി നോക്കി അതിൽപ്പറ്റി നോക്കാൻ. അപ്പം ഇങ്ങേർക്കും അവിടെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഈ കോഫി ബോർഡിന്റെ. അപ്പോൾ അങ്ങേരും പറഞ്ഞു നമുക്ക് പോവാം. അപ്പം ഞാനോട് വരാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ കാറിൽ ഞങ്ങൾ കൽപ്പറ്റയിൽ പോയി. അവിടെയും ഇതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം പുള്ളിയുടെ ഒരു ഫ്രണ്ട് അവിടെ ഒരു
അനന്തൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ആഹാ. അങ്ങനെ വീട്ടിൽ ഒന്ന് കയറണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം വേറെ സാധനം പറഞ്ഞ് ഞങ്ങൾ പോരാൻ കഴിഞ്ഞപ്പം മുറ്റത്തൊരു കാറ് ഇങ്ങനെ ഈ ടർപ്പോളി ഇട്ട് മൂടിയിട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ വെച്ച് തന്നെ ഇത് ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നത്. പുള്ളി പറഞ്ഞത് എൻ്റെ മകളുടെ കല്യാണത്തിന് സമയത്ത് എടുത്തതാണ്, ഇനിയിപ്പോൾ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് ഇങ്ങനെ ഇപ്പം എനിക്ക് അന്നേരം മോട്ടോർ ബൈക്കായിരുന്നു. അന്നേരം ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ബേബി നിനക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ മേടിച്ചാൽ ചോദിച്ചു. ആ പറഞ്ഞു പിടിച്ച് ഞങ്ങൾ അങ്ങ് മേടിച്ചെന്ന് പറഞ്ഞാൽ അതിലില്ല. ഉടനെ പറഞ്ഞു പിന്നെ നമുക്കത് പിന്നെ ഒരു അഡ്വാൻസ് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിലും ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ലല്ലോ പോകുന്നത്, അന്നത്തെ കാലത്തല്ലേ. ഇപ്പോഴാണ് നമ്മൾ ഏറ്റവും ചെറുത് 500 രൂപയുടെ ഒരു നോട്ടെങ്കിൽ ആയിരിക്കുമല്ലോ കാണുന്നത് ഇപ്പൊ കയ്യല്ല. അന്ന് 10 രൂപയല്ലേ വലിയ 10 രൂപ നോട്ട്. 10 രൂപ 10 രൂപ അഡ്വാൻസ് കൊടുത്ത് വാക്കും കൊടുത്തേച്ച് ഇനി പോകുന്നു. അല്ല 51 മോഡലായിരുന്നു. അവിടുന്ന് പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ കൂട്ടി ഞങ്ങൾ ബസ്സിന് പോയി. അവിടെ ചെന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. അത് കൽപ്പറ്റ, വയനാട്ടിന്. ഒന്നുമില്ല. ഉണ്ട്. അപ്പൊ അല്ല അവിടെ അവിടുന്ന് കൽപ്പറ്റയ്ക്ക് വരണമെങ്കിൽ ഈ ചുരം ഒന്നും ഇറങ്ങണ്ട, മൈസൂരിൽ നിന്നല്ലേ. മൈസൂരിൽ കാരണം ഞാൻ ലൈസൻസ് എടുക്കുന്നത് 54 ഇപ്പൊ കണ്ടിരിക്കുന്ന ലൈസൻസ് 54 ഇപ്പോഴും ഉണ്ട്. അത് 54 ലൈസൻസ് ഇപ്പോഴും ഉണ്ട്. അത് ഒരു വർഷവും കൂടെ കാലാവധി അതെ. പിന്നെ ഞങ്ങളെ 3 പേരെയും കൂടെ ബൈക്കിലായിരുന്നു മൈസൂരില്. അപ്പൊ ഞങ്ങൾ 2 പേരും 3 പിള്ളേരെ ഒരേപോലെ ഇരുത്തി കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ടാണ് കാറ് വാങ്ങിക്കാൻ പോയത്. എന്റെ കസിൻ അപ്പച്ചനോട് പറഞ്ഞു, ഇങ്ങനെ ബൈക്കിലാ പോകുന്നത് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഞാൻ കവിത വല്ലതും ചൊല്ലുവോ? കവിതയോ? ഒന്നുമില്ല, ആ പരിപാടിയൊന്നുമില്ല. നമ്മൾ ലിറ്ററേച്ചർ ആളുണ്ട്, ഷേക്സ്പിയറിന്റെ 2 ലൈൻ എന്ന് പറയാമോ? ഓക്കെ, നോ പ്രോബ്ലം. അറിയാമെങ്കിൽ 2 ലൈൻ പറഞ്ഞാൽ അപ്പച്ച, ഞാനേ ഈ ഇന്റർവ്യൂ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കാം. അപ്പച്ചന്റെ അന്നത്തെ കുടുംബ പശ്ചാത്തലത്തിൽ പറഞ്ഞ ചുറ്റുപാടുള്ള ആൾക്കാരെക്കാൾ നിങ്ങൾ ഏത് ലെവലിലൊക്കെ ആയിരുന്നു? അതായത് സാമൂഹ്യ നീതി ഉണ്ടല്ലോ, അതായത് നമ്മുടെ അപ്പുറത്തുള്ള വീട്ടുകാരെ പാവങ്ങളായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തോ? ഞാൻ എന്റെ ഫാദർ, ഞാൻ പറഞ്ഞില്ല, ഫാദർ കോൺട്രാക്ടർ എന്ന് വെച്ചാൽ ഒന്നുമില്ലായിരുന്നു മനുഷ്യനാ. ഒന്നുമില്ലായ്മ സ്വന്തം അധ്വാനത്തിൽ വളർന്നു. പാടത്ത് മാപ്പിളയെന്നാ ഇവരുടെ കുടുംബത്തിന്റെ. ഞങ്ങൾ കുടുംബം ഒത്തിരി ആൾക്കാരുള്ള ഒത്തിരി ഇവിടെ എല്ലാം മണ്ണാടും. ഞങ്ങള് അവര് കണ്ടത്തില്ല, ഞങ്ങള് പാടത്താണ്. അപ്പൊ അന്ന് സാധാരണ ഒരു കുടുംബമായിരുന്നു. അത് കഴിഞ്ഞ് ഈ കോൺട്രാക്ട് കൊണ്ടാണ് പുള്ളി പൈസ ഉണ്ടാക്കി ആ പ്രദേശത്തല്ല ഈ മണ്ണാട്ട എല്ലാ നല്ല കാർ അപ്പച്ചനായിരുന്നു. ഇവിടെ ഈ മണ്ണാട്ട് ആദ്യമേ കാറ് പണി. ഞാൻ ഈ എന്താ പറയുക, ഹിൽ ബൈ മിൻസ് എന്ന് പറയുന്നത് മേടിക്കുന്നത് ആദ്യത്തെ ഇവിടെ 900. അതെ. അമ്മച്ചി ഇതൊക്കെ പറയാം. അമ്മച്ചിയുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? അമ്മച്ചി വീട്ടിലെ ജോലി മാത്രമായിരുന്നു? ഇല്ല, അമ്മച്ചി വീട്ടിൽ തന്നെ. അമ്മച്ചിക്ക് പഠിത്തം സാധാരണ നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു? അങ്ങനെ ഇല്ല. പഠിത്തമൊക്കെ ആരാ ശ്രദ്ധിച്ചിരുന്നത്? പഠിത്തമൊക്കെ തന്നെ എല്ലാവരും ആരും വേറെ അന്ന് ഈ ട്യൂഷനോ അതുപോലെ ഇങ്ങനെ ഒന്നും പരിപാടിയൊന്നുമില്ല. പഠിക്കാനുള്ളത് തന്നെ സ്വന്തമായിട്ട് പഠിക്കുക. കുടുംബത്തില് നിങ്ങൾ 6 പേരിൽ ഡോക്ടറാണ് ഏറ്റവും ഹയർ സ്റ്റഡിയിൽ പോയത് അല്ലേ? എഞ്ചിനീയറുണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അതെ, ഗ്രാജുവേറ്റ്. അതെവിടെ പഠിച്ചെന്ന് പറഞ്ഞോ? പുള്ളി പഠിച്ചത് പിന്നെ കർണാടകയില.
കർണാടകയിൽ മണിപ്പാൽ മണിപ്പാലിലാണ് പഠിച്ചത്. മറ്റേ ഡോക്ടർ പഠിച്ചത് അവനും മണിപ്പാലിനടുത്ത് മറ്റേ ഇതുണ്ടല്ലോ ഒരു കോളേജ് ഉണ്ട്. വെല്ലൂര് ദാവൺകര വല്ലതും അല്ലല്ല, മണിപ്പാലിനടുത്ത് തന്നെ ബാംഗ്ലൂരു അങ്ങനെ എനിക്കറിയില്ല. അല്ല, അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെയാണ്. അവിടുന്ന് അവർക്ക് ഈ മറ്റേ ഈ പ്രാക്ടിക്കൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് മംഗലാപുരത്ത് വരുമായിരുന്നു. മംഗലാപുരത്ത് വന്നിട്ട് അവിടെയാണ് പഠിച്ചത്. അപ്പച്ചന് ഇഷ്ടമുള്ള ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം കാണുന്ന സ്പോർട്സ് ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്സ് ഏതാ? എനിക്ക് ഇഷ്ടം ഇപ്പം ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. പക്ഷെ അന്നൊന്നും ക്രിക്കറ്റ് ആരും കളിക്കുന്നില്ല, ഞാനും കളിച്ചിട്ടില്ല. ഇവിടെ ഇപ്പം കളി കാണാൻ ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റ്. ഫുട്ബോള് ഫുട്ബോളിലും എനിക്ക് കുഴപ്പമില്ല. ഫിഫയുടെ കളി വരുമ്പോഴത്തേക്ക് ഫുട്ബോൾ ഞാൻ കാണുക. അച്ഛൻ പത്രമൊക്കെ വായിക്കാൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് ഒരു ഓർമ്മയുണ്ടോ? പത്രം വായന ഉണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ വരുന്ന പത്രമൊക്കെ പിന്നെ ഓടിച്ചു നോക്കുന്നല്ലാതെ അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ വായന തുടങ്ങി. ഇപ്പൊ ഈ പുറത്തോട്ടിറങ്ങാൻ ഇങ്ങനെ കുത്തിയിരിപ്പ് തുടങ്ങിയ പിന്നെയാണ് സ്ഥിരം പത്രം. ഇപ്പൊ രാവിലെ എനിക്ക് പത്രം വായിച്ചില്ലേ പ്രയാസമാണ്. അതെ. അപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ട്, അലഹാബാദൊക്കെ ഭോപ്പാലൊക്കെ പോയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഇന്ത്യക്ക് പുറത്ത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാശ്മീറാണ്. കാശ്മീരിൽ പോയിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. അവിടെ കാശ്മീർ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പോയതാ, കാണാൻ പോയത്. ഒരു 15 ദിവസം ഞാൻ കാശ്മീർ ഇവിടെ ശ്രീനഗർ താമസിച്ചായിരുന്നു. ആ കൂട്ടത്തില് അന്ന് ഈ പഹൽഗാം, പിന്നെ സോനമർഗ്, കിൽമർഗ് എന്നൊക്കെ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അന്ന് പോകുന്ന എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ പോയത് പത്താൻകോട് വഴിയാ പോയത്. പത്താൻകോട് എന്ന് കഴിഞ്ഞാൽ ട്രെയിനല്ല, പത്താൻകോട് ഇറങ്ങി കഴിഞ്ഞാല് അവിടെ നിന്ന് നമ്മൾ പാസ്പോർട്ട് പോലെ സാധനം മേടിക്കണം കാശ്മീരിൽ പോകണമെങ്കിൽ. അന്നത്തെ കാലത്താണ്. അപ്പൊ അവിടുന്ന് അത് മേടിച്ചുകൊണ്ട് ബസ്സിൽ കയറി അന്ന് വൈകിട്ട് ജമ്മുവിൽ ചെല്ലും. ജമ്മുന്ന് പിറ്റേ ദിവസം രാവിലെയാണ് അവിടുന്ന് പോയി കഴിഞ്ഞാണ് ശ്രീനഗറിൽ വൈകുന്നേരം ആകും ചെല്ലുന്നത്. അതാ ഞാൻ ഇഷ്ടപ്പെട്ടത്. പ്രകൃതി കൊണ്ടും മനോഹാരിത കൊണ്ടും എല്ലാം കാശ്മീരായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഉദയ്പൂരാ. രാജസ്ഥാനിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പിന്നെ ഇതുപോലെ തന്നെ ഈ ഏതാണ്ട് കാശ്മീർ പോലെ തന്നെയാണ്. ഈ ചുറ്റും മലകളാണ്, ലേക്കും അതും ഇതൊക്കെ ഉണ്ട്. അവിടെ ആണെങ്കിൽ പിന്നെ ലേക്ക് പാർസ് എന്ന് പറയുന്നുണ്ട്. ഉണ്ട്, അവിടെ ഉണ്ട്. നല്ല സ്ഥലമാണ്. ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായി രാജസ്ഥാനിലെ. എനിക്ക് ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു രാജസ്ഥാനില്. ഹിന്ദി ഹിന്ദി വലിയ കുഴപ്പമൊന്നുമില്ല. എഴുതാനൊക്കെ അറിയാമായിരുന്നു? ഹിന്ദി അറിയാം. അത് ഞാനിവിടെ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ഹിന്ദി പ്രത്യേക ഹിന്ദി ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എഴുതി ഞാൻ പാസ്സാവുകയൊക്കെ ചെയ്തത്. അപ്പൊ സമയക്കുറവുകൊണ്ട് നിർത്തുക. അപ്പച്ചന് വേറെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഓർമ്മകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രത്യേകതയുള്ള എന്തെങ്കിലും പറയാം? മക്കളെ പറ്റിയോ, കുടുംബത്തെ പറ്റിയോ, നാടിനെ പറ്റിയോ, ഉണ്ടായ ഒരു സ്ഫോടനത്തെ പറ്റിയോ എന്തെങ്കിലും അച്ഛന് പറയാനുണ്ടോ? അന്നത്തെ ട്രെയിൻ യാത്രയോ? ട്രെയിൻ യാത്ര എനിക്ക് പറയാനുള്ള ഒരെണ്ണം ഉണ്ട്. അത് എനിക്ക് എന്നെ മൈസൂരിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഹോസ്പിറ്റൽ ബെല്ലാരി ഡിസ്ട്രിക്ട്, കർണാടകയിൽ തന്നെയാണ്. ഏതാണ്ട് 300-350 കിലോമീറ്റർ ദൂരം വരും മൈസൂരിൽ നിന്ന്. ഞങ്ങൾ ഇവിടുന്ന് ഭാര്യയും മക്കളും 3 മക്കളും ഒരു ജോലിക്കാരനാണ്, ഒരു ജോലിക്കാരനുണ്ട്. ഇതെല്ലാവരും കൂടെ ഈ കാറിൽ, ഈ സ്റ്റാൻഡേർഡ് 10 എന്ന് പറഞ്ഞ ചെറിയ വണ്ടിയിലുണ്ട്, അതിൻ്റെ അത് കയറിയാ പോകുന്നത്. അപ്പോൾ പോയി അവിടുന്ന് ഒരു 30 കിലോമീറ്റർ അവിടെ ചെന്നപ്പോഴത്തേക്ക് സ്ഥലത്തിന്റെ പേരൊക്കെ മറന്നു. ടപ്പോന്ന് വെച്ച് കേട്ടു നോക്കിയപ്പോ ഒരു ടയർ പഞ്ചറായി. സ്റ്റെപ്പിനുണ്ട്. അപ്പം സ്റ്റെപ്പിനുണ്ട്. ആ സ്റ്റെപ്പിന് എടുത്തിട്ടു. അവിടുന്ന് അവിടെ ചോദിച്ചപ്പോ ഇവിടെ എങ്ങും ടയർ കിട്ടുകയായിരുന്നു. പിന്നെ ഷിമോഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടുമെന്ന് പറഞ്ഞു. ഷിമോഗയിൽ ചെല്ലുന്ന എപ്പോഴും ചെല്ലുമെന്ന് അറിയാൻ പാടില്ല. അവിടുന്ന് ഈ സ്റ്റെപ്പിനെ മാത്രം ഇട്ട് ഈ പിള്ളേരെയും ഇതെല്ലാം സാധനങ്ങളെല്ലാം കൊണ്ട് ഷിമോഗയിൽ ചെന്നു.
ഷിമോഗയിൽ ചെന്ന് പുതിയൊരു ടയർ വാങ്ങിച്ച് അവിടുന്ന് 5 മണിയായപ്പം അല്ല 5 അവിടുന്ന് ഊണുമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിട്ട് ഹരിഹറിൽ ചെന്നു. ഹരിഹർ എന്ന് പോയി ഏതാണ്ട് ഷിമോഗയിൽ നിന്ന് 90-100 കിലോമീറ്ററോളം ഉണ്ട്. ഹരിഹറിൽ നിന്ന് 5 മണിയായി ഹരിഹറിൽ ചെല്ലുമ്പോൾ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞങ്ങളെ നോക്കി അവിടെ വീടൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയണം. ഞങ്ങൾ 5 മണിക്ക് തിരിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് 94 കിലോമീറ്റർ ഈ പിന്നെ പോകണം. സന്ധ്യയായി, ചെറിയായിട്ട് മഴയാറുന്നുണ്ട്. പിന്നെ റോഡില് ഒരു മനുഷ്യനില്ല, ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഞങ്ങൾ മാത്രം പോവാ. പേടിച്ചത് ഞങ്ങള് തന്നെ പിന്നെ സംസാരിച്ചതെന്ന് വെച്ചാൽ ഈ 94 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അതുവരെ ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. ഒരക്ഷരം പോലും മിണ്ടിയില്ല. പിള്ളേരൊക്കെ അനങ്ങാതെ അങ്ങനെ അങ്ങനെ അതൊരു സംഭവമാണ്. അതൊരു വലിയ സംഭവമായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. സമയക്കുറവുണ്ട്, ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദി.